ഇന്ന് പിള്ളേരുടെ മീൽ പ്രെപ്പ് ഡേ ആണ്. ഇത്തവണ ചിക്കൻ കുറച്ച് അധികം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ടാണ് കേട്ടോ ഞാൻ ഇത്തവണ ചിക്കൻ വാങ്ങിയത്. മഞ്ഞൾപ്പൊടിയും വെള്ളം എല്ലാം ആഡ് ചെയ്തിട്ട് 2 കുക്കറിലായിട്ടാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നത്. കുക്കറിന്റെ വിസിൽ വരുന്നത് നോക്കി ബോധേ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. കുറച്ചു നേരം ഇരുന്ന് പിന്നെ ചെക്കൻ അവിടെ കിടന്ന് ഉറങ്ങി. കുറച്ചു പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത്രയും ദിവസം ഇവരുടെ ചിക്കൻ എങ്ങനെയാ ചീത്തയാവാതെ സൂക്ഷിക്കുന്നത് എന്ന്. രാവിലെ കുക്കറിൽ ചിക്കൻ വേവിച്ചു കഴിഞ്ഞാൽ ഞാൻ രാത്രിയാണ് അതൊരു ബോക്സിലേക്ക് മാറ്റുന്നത്. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നർ ബോക്സിലേക്ക് വേണം നമുക്ക് ചിക്കൻ മാറ്റാൻ. ആദ്യം ഈ ഡ്രൈ ആയിട്ടുള്ള പീസാണ് ഞാൻ ബോക്സിലേക്ക് മാറ്റുന്നത്. ചിക്കൻ സ്റ്റോക്ക് ഞാൻ സെപ്പറേറ്റ് ആക്കാറില്ല. ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാറാണ് ചെയ്യാറ്. എല്ലാ പീസിന്റെ മുകളിലേക്കും ഇതുപോലെ സ്റ്റോക്ക് ആവുന്ന രീതിയിലാണ് ഞാൻ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുക. എല്ലാം കണ്ടുകൊണ്ട് ആരോ ബേബി ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ചിക്കൻ സ്റ്റോക്ക് എല്ലാം നാളെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് ഫ്രീസ് ആവും. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ബോക്സ് നല്ല ടൈറ്റ് ആയിട്ട് വേണം ക്ലോസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ മൊത്തം ചിക്കന്റെ ഒരു സ്മെല്ല് വരും. നെക്സ്റ്റ് ഡേ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ദേ ഇതുപോലെ ചിക്കൻ സ്റ്റോക്കും ചിക്കൻ പീസും എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ചിക്കൻ ഡ്രൈ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 1 വീക്കോളം നമുക്ക് ഇവരുടെ ചിക്കൻ ഉണ്ടാകും. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബോയ്ക്കും ആരോയ്ക്കും ഫുഡ് കൊടുക്കാം. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.